ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പുതിയ വീഡിയോയിൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പെരുന്നാളിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളും എന്തൊക്കെ കഴിച്ചു എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കണ്ടു നോക്കാം പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ്. പിന്നെ ബാംഗ്ലൂരത്തെ ട്രാഫിക്ക് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ബാംഗ്ലൂരത്തെ ട്രാഫിക്ക് തന്നെ നമ്മൾ രാവിലെ ഒരു 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് തന്നെ ബാംഗ്ലൂർ നല്ല ട്രാഫിക്കായിരുന്നു ഗൈസ്. മടിവാല സൈഡ് ആദ്യം കാണിച്ചത്. അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മൾ കാറിൻ്റെ എ സിക്ക് ഇത്തിരി വർക്ക് എന്തോ കുറവാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളൊരു 8-9 മണിയൊക്കെ ആയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു A to B റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. A to B റെസ്റ്റോറൻറ്റാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാര്യം അവിടുത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ബ്രാൻഡഡ് അല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ അവിടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ സ്റ്റാർ ബിരിയാണി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്റ്റാർ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ഞാനൊരിക്കൽ സ്റ്റാർ ബിരിയാണി കഴിച്ചായിരുന്നു കേട്ടോ. പറയണ്ട, എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ പുതിയ ചെരുപ്പാണ് ഗൈസ്, നിങ്ങൾക്ക് ഉണ്ടല്ലോ പുതിയ ചെരുപ്പും പുതിയ പെല്ലസോ പാൻറ്റുമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ ചെന്നാൽ A to B പൊതുവേ പറയുകയാണെങ്കിൽ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് A to B റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ പൊങ്കലും ദോശയെല്ലാം നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ട് പൊങ്കൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്വേത ഉണ്ടല്ലോ, ശ്വേത അവൾ ആന്ധ്രയിലുള്ളതാണ്. അപ്പോൾ അവൾക്ക് എപ്പോഴും പൊങ്കൽ ഭയങ്കര ഫേവറേറ്റാണ്. അങ്ങനെ അവളുടെ കൂടെ കൂടിയാണ് ഞാൻ പൊങ്കൽ തിന്നാൻ പഠിച്ചത്. പൊങ്കൽ എനിക്കും ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റുമാണ് പൊങ്കൽ. പിന്നെ നമ്മൾ 2 മസാല ദോശ, പിന്നെ ഒരു പൊങ്കൽ, പിന്നെ ചിലപ്പോൾ വിശക്കുന്നെങ്കിലോ എന്ന് കരുതിയിട്ട് പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഗൈസ് പൊങ്കൽ. മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ പൊങ്കൽ പിന്നെ പറയണ്ട, പൊങ്കൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കണം. പൊങ്കലിൻ്റെ കൂടെ ചമ്മന്തിയും സാമ്പാറും കിട്ടും. അതിങ്ങനെ കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അമ്പ്രു അവിടെ ഇരുന്ന് ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ അമ്പ്രു കഴിച്ചായിരുന്നു. എന്നിട്ട് നമ്മളവിടെ വന്ന് വാഷ് ബേസിന് വന്ന് വായൊക്കെ കഴുകി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മുടെ യാത്ര തുടരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഗെയ്സ്. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഫാൻറ്റ എടുത്തിട്ടുണ്ട്. ഫാൻറ്റ പോലത്തെ എന്തോ മാസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാസ എടുത്തപ്പോൾ ആ ഒരു ചെറിയ ബോട്ടിലിന് 100 രൂപയാണ് ഗെയ്സ്. ഇവിടെ അതായിരിക്കും ചിലപ്പോൾ റേറ്റ്, അറിയാൻ വയ്യ. എന്നിട്ട് നമ്മൾ നമ്മുടെ യാത്ര തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലാൻ ചെയ്തു, നമുക്ക് എന്തായാലും പോവുമല്ലേ, അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു വെക്കേഷൻ കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു റിസോർട്ട് റൂം എടുത്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്ന വഴിക്കാണ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ തേനി മൂന്നാർ വഴി പോകാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ മാങ്ങ സീസൺ ആയതുകൊണ്ട്, മാമ്പഴക്കാലം ആയതുകൊണ്ട് തന്നെ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചേട്ടൻ്റെ കടയിൽ കയറിയിട്ട് മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കി. അവിടെ പല വെറൈറ്റി മാങ്ങകളുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാം നല്ല ടേസ്റ്റാണ്. ആ ചേട്ടൻ ഓരോ പീസായിട്ട് നമുക്ക് മുറിച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നൊരു 10 കിലോ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പല കാറ്റഗറിയിലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും നാട്ടിൽ കിട്ടാത്തതും എല്ലാ മാങ്ങകൾക്കും വെറൈറ്റി ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് സിന്ദൂര മാങ്ങ, സേലംകുണ്ട്, അങ്ങനെ എന്തൊക്കെയോ കുറേ പേരുകൾ പറയുന്നുണ്ടായിരുന്നു. നമ്മളതിൽ നിന്ന് എല്ലാത്തിനും കുറേശ്ശെ മാങ്ങ. അവിടെ പിന്നെ ഒരു സംഭവം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു പൂക്കാരൻ വന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുക, നിനക്ക് പൂ വേണമെങ്കിൽ വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അവരെന്ത് സ്നേഹത്തോടെ ആ പൂ വാങ്ങി കൊടുക്കുന്നതെന്നോ ചേച്ചിക്ക്. അങ്ങനെ ചേച്ചി ആ പൂക്കാരൻ്റെ പോയി പൂ വാങ്ങി. ചേട്ടൻ പൂ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു മാങ്ങ എടുത്ത് നമ്മൾ അംബ്രൂസിന് കൊടുത്തു. അംബ്രൂസ് ആ മാങ്ങ എടുത്ത് കടിച്ച് മാങ്ങയുടെ ആശാനാണ് അംബ്രൂസ് ആ മാങ്ങ എടുത്ത് കടിച്ച് എല്ലാം തിന്ന് തുപ്പിയൊക്കെ കളഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ചേച്ചി വീണ്ടും ഒരു മാങ്ങ വീണ്ടും കട്ട് ചെയ്തുകൊണ്ട് കൊടുത്തു. അത് ഫ്രീ ആയിരുന്നു അംബ്രൂസിന്. പിന്നെ അംബ്രൂസ് ആ മാങ്ങയും കൊണ്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി ഗൈസ്. അംബ്രൂസ് പിന്നെ അങ്ങ് എത്തുന്നവരെ ഓരോ മാങ്ങയായിട്ട് തിന്നുകൊണ്ടിരുന്നു. ഒരു മാങ്ങ പാതി തിന്നും, പാതി എടുത്ത് കടിക്കും, പിന്നെ എടുത്ത് കളയും. അങ്ങനെ അംബ്രൂസ് ഒരു 3-4-5 മാങ്ങ അങ്ങ് എത്തുന്നവരെ തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ല വ്യൂസാണ് 2 സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും നമുക്ക് എന്ത് കഴിക്കുമെന്ന് നോക്കി, തമിഴ്നാടായതുകൊണ്ട് തന്നെ അപ്പുറമൊക്കെ നോക്കിയിട്ട് ഇത്തിരി വൃത്തിയുള്ള ഹോട്ടലുകൾ കാണാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടും എല്ലാം നമ്മളിങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്.
പക്ഷേ പോകുന്ന വഴിയിലെല്ലാം വലിയ ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മലകളുണ്ടായിരുന്നു. മലകളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ തന്നെ നോക്കി വീണ്ടും പോകുമ്പോൾ നല്ല വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആ വ്യൂസ് എല്ലാം കുറച്ചൊക്കെ ഞാൻ വീഡിയോസായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. എല്ലാ വ്യൂസും ഞാൻ ഇതിലിട്ടിട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഐഫോൺ കണ്ട് സൂം ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് ക്ലിയർ കിട്ടുന്നുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ. ഇത് വെസ്റ്റേൺ ഗട്ട്സാണ്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സൈഡിൽ ആണ് ഒരുപാട് നല്ല വ്യൂസ് കിട്ടുക. അവിടേക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നെ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഹൈവേയിൽ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. എത്ര AC ഇട്ടിട്ട് നമുക്ക് നല്ല ചൂടിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ പോയി ഓരോ സ്ഥലങ്ങളും കണ്ട് ഓരോരോ ഇതായിട്ട് ആൾക്കാരെയും അവരവരെയൊക്കെ കണ്ട് തമിഴ്നാട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ നമ്മൾ ഡിണ്ടിഗൽ വേലു ബിരിയാണി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റുണ്ട്. പുറമേ നിന്ന് നോക്കിയപ്പോൾ വലിയൊരു വൃത്തികേടായിട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേലു ബിരിയാണി കഴിക്കാം, വേലു ബിരിയാണി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേലു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വേലു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അതൊരു AC റെസ്റ്റോറൻ്റാണ്. കാരണം നല്ല ചൂടായതുകൊണ്ട് നമുക്ക് AC റെസ്റ്റോറൻറ്റിലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതിന് മുമ്പൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈവനിങ് ടൈമിലാണ് വന്നത്. അപ്പോൾ ഈ ചെയ്തേക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു. പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ടും അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ വേലു ബിരിയാണി കഴിക്കാനായിട്ട് കയറി. വലിയ ഒരു തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്കൊരു കോർണർ ടേബിളിലാണ് ഇരുന്നത്. നമ്മൾ എപ്പോഴും പോയാലും ഫാനുള്ള സ്ഥലം നോക്കിയിട്ടാണ് ഇരിക്കുക. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കി ഫാനുള്ള ഏരിയ ഒരു കോർണർ സൈഡിലാണ്. അങ്ങനെ ഞാനും പാത്തുവും മിക്കായും അമ്രുവും എല്ലാവരും കൂടി അവിടെ ഇരുന്നു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർ പ്ലേറ്റിലല്ല ഫുഡ് തരുന്നത്, നമുക്ക് ഇലയിലാണ് ഫുഡ് തരുന്നത്. അങ്ങനെ നമ്മൾ വേലു ബിരിയാണി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു ചിക്കൻ വേലു ബിരിയാണി, പിന്നെ ഒരു മട്ടൻ വേലു ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചു എന്തെങ്കിലും സ്റ്റാർട്ടേഴ്സ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും സ്റ്റാർട്ടേഴ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു കേട്ടോ. പക്ഷേ അവർ കൊണ്ടുവന്ന ചിക്കൻ ലോലിപോപ്പ് വളരെ വെറൈറ്റി ആയിരുന്നു. എന്തൊക്കെയോ ഇട്ട് വേവിച്ച് മൊരിഞ്ഞൊക്കെ ഇരിക്കുന്ന ആ സാധനമായിരുന്നു. പക്ഷേ തിന്നാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പാത്തും എടുത്ത് അതിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ തിരിച്ചങ്ങ് വെച്ചു. പിന്നെ ഞാൻ തന്നെ ഓരോ പീസായിട്ട് തിന്നു. പിന്നെ അവരുടെ സൈഡിലൊരു ചെറിയൊരു ഗ്രില്ല് ഇട്ടൊരു റൂം കണക്കുണ്ടായിരുന്നു. അവിടെ ഒരു മുയൽ ഉറങ്ങിയ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങിയതാണോ ചെത്തതാണോ എന്തെന്ന് അറിയില്ല. പക്ഷേ അവിടെ ഒരു മുയൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ മുയലിനെ അമ്രുവിന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 മണിയായി കാണും. മേഘങ്ങളൊക്കെ നല്ല മഴ പെയ്യും എന്നൊരു രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തില്ല ഗൈസ്. നമ്മൾ പോയ വഴിക്കൊന്നും മഴയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു കേരള ഹോട്ടൽ കണ്ടു. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അമ്രുവിന് ജ്യൂസ് വേണ്ടി മാത്രം എടുത്ത് അവിടെ നിന്ന് മുസമ്പി ജ്യൂസ് വാങ്ങി അമ്രുവിന് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്നാണ് തേനിയിലേക്ക് തിരിയുന്നത്. അങ്ങനെ നമ്മൾ തേനിയിലേക്ക് അവിടെ നിന്ന് തിരിഞ്ഞു പോയി. പക്ഷേ അപ്പോഴും കാർമേഘങ്ങൾ ഇരുന്ന് കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും മഴ പെയ്തില്ല. മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല വൈബായിരുന്നേ. പക്ഷേ മഴ പെയ്തില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ പോവുക. പക്ഷേ ഇടയ്ക്ക് ഞാൻ 1-2 സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എങ്ങനെയാണ് മഞ്ഞ് മൂടി കിടക്കുന്നതെന്ന് നമുക്കതിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ആ വ്യൂ സീനറിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് 2 സ്ഥലത്ത് നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും പോസ്റ്റായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 2 സൈഡിലും തമിഴ്നാട്ടിൽ പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കൂടുതലും തെങ്ങിൻ പണയായിരിക്കും. പിന്നെ ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ച കേസ് നമ്മൾ വന്ന വഴിക്ക് കണ്ടതിൽ 2ാമത്തെ ആക്സിഡൻ്റാണ്. അന്ന് നമ്മൾ പോയ വഴിക്ക് തന്നെ ഒരു 3 ആക്സിഡൻറ്റ് കണ്ടു. ആ റോഡിൽ കിടക്കുന്ന ആളില്ലേ, അയാൾ മരിച്ചു എന്നാണ് തോന്നുന്ന കേസ്. അങ്ങനെ നമ്മൾ പക്ഷേ അവിടെ നിർത്തി ഇറങ്ങിയില്ല. കാരണം കൊച്ചുങ്ങളെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം താമസിക്കും, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആക്കി നോക്കിയിട്ടാണ് വന്നത്.
പിന്നെ കണ്ടോ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ മലയും നിരകളും നീലഗിരി ഹിൽസാണ് ഗൈസ് ഇത് കാണുന്നത്. വെസ്റ്റേൺ ഗഡ്സിൽ തന്നെ ഉള്ളതാണ്. പിന്നെ പറഞ്ഞു വന്ന് ഇതല്ലേ തെങ്ങല്ലേ, തെങ്ങ് അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിനെക്കാട്ടി തെങ്ങ് ഒരു പക്ഷേ തമിഴ്നാട്ടിലായിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ 1-2 ഫോട്ടോസ് ഞാൻ എടുത്തതെന്ന് പറയുന്നത്. നല്ല സീനിക് വ്യൂ അല്ലേ. പിന്നെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. എല്ലാവരും വാച്ചും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ലൈക്ക് പ്ലീസ്, കമൻറ്റ് പ്ലീസ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ കൂടെ തന്നെ പറയുന്നതായിരിക്കും. താങ്ക് യു.